നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പീനട്ട് ബട്ടർ ചെടിയെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പീനട്ട് ബട്ടർ ചെടി കേട്ടോ, ഈ കാണുന്നതാണ്. ഇതാണ് പീനട്ട് ബട്ടർ. ഇതിനൊരു നിലക്കടലയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇതിന് പീനട്ട് എന്ന് പറയുന്നത്. പീനട്ട് എന്ന് പറയുമ്പോൾ നിലക്കടലയാണല്ലോ. അപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വായിലിട്ടത് ഇങ്ങനെ ഞുണഞ്ഞ് കഴിക്കാം. നല്ലൊരു ചെറു മധുരം, ഒത്തിരി മധുരമില്ല, ഒരു ലൈറ്റ് മധുരമേ ഉള്ളൂ ഇതിന്. ഇതിനകത്തെ ഈ സീഡില്ലേ, ഈ സീഡിനാണ് പ്രത്യേക ഗുണങ്ങളുള്ളത്. ഇതാണ് പീനട്ട് ബട്ടർ. ഇതിപ്പോൾ ഒത്തിരി അലുത്തത് കൊണ്ടാണ് കേട്ടോ. ഇത് നല്ല ഓറഞ്ച് നിറം കൂടിയ ഒരു ചുമപ്പ്, നല്ലൊരു ചുമപ്പ് നിറന്ന് തന്നെ പറയും ഇതിന്. ഇതാണ് ഈ കായ്ക്കകത്തുള്ള പീനട്ട്. ഇതിനകത്താണ് ധാരാളം ഗുണങ്ങളുള്ളത്. അത് നമ്മൾ ഇതിനകത്ത് നമുക്ക് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ HBയുടെ ലെവല് കൂട്ടിത്തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ പീനട്ട് ബട്ടർ കൊണ്ട് സാധിക്കും. ഇതിന്റെ പാകമാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമുക്ക് ചുമ്മാ വെറുതെ ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴും അതിന് ഉള്ളിലെ കളറും ഇതുപോലെ ചുവപ്പ് നിറവാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു ഇതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കഴിച്ചാൽ വേറൊരു ടേസ്റ്റ് ആട്ടോ. ഞാൻ കഴിച്ചു നോക്കിയതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നഴ്സറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനത്തെ ഒരു ചെടി. ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. നല്ലൊരു ചെടിയാണ്. എല്ലാവരും ഈ ബട്ടർ ഫ്രൂട്ട് വീട്ടിൽ വളർത്തുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കഴിക്കുകയൊക്കെ ചെയ്യാം. ഒത്തിരി ഗുണങ്ങൾ കിട്ടും നമുക്കിത് കഴിച്ചാൽ. പിന്നെ ഇതിൻ്റെ അകത്ത് സീഡ് ഉണക്കി നമുക്ക് ഈ സീഡ് നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ നമുക്ക് ഒത്തിരി കിട്ടും. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഈ കുരുക്കളെല്ലാം പെറുക്കി എടുത്തിട്ട് നമുക്കത് വറുത്ത് നമുക്കിത് കടലയായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ബൈ ബൈ.